അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ബലദിലേക്ക് നിങ്ങളെല്ലാവരെയും കൊണ്ടുപോവുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ബലദ് എന്ന് പറയുന്നത്. ജിദ്ദയിലുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ എത്ര രസമായിട്ടാണ് ഇവിടുത്തെ അറബ്സൊക്കെ കലാപരമായിട്ട് നല്ല കഴിവുള്ള ആൾക്കാരാണെന്ന് നമുക്ക് തെളിയിച്ച് തരുന്ന ഒരു സ്ഥലം കൂടിയാണത്. നല്ല ഫുഡും അതേപോലെ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ പിലിഗ്രിംസ് ഒക്കെ ആയിട്ട് വരുന്നവരോ ടൂറിസ്റ്റായിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ബലദി പോവാതെ എന്തായാലും നിങ്ങൾ പോകരുത്. അപ്പോൾ ഞാനിവിടെ വന്ന അവസരത്തിൽ എനിക്ക് ജിദ്ദ വന്ന അവസരത്തിൽ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് പരിചയക്കാരില്ല. പിന്നെ നമ്മൾ ഈ കേരളത്തിലുള്ള പച്ചപ്പും ഇതൊക്കെ കണ്ട് വളർന്ന ആൾക്കാർ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് നേച്ചർ ലവിങ് ആയിട്ടുള്ള എന്നെ പോലെ ഒരാൾക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സ്ഥലങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിയാദ്, ദമാം അങ്ങനത്തെ സൗദി അറേബ്യൻ സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒന്നും കൂടി ഒരു കൂൾ പ്ലേസാണ്. കുറച്ചും കൂടി മരങ്ങളും കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളൊക്കെ ആയിട്ടുള്ള നേച്ചറിനോട് കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. വെതർ വൈസും നല്ല വെതറാണ് ഇവിടെ. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും വെച്ച് നോക്കുമ്പോൾ എക്സ്ട്രീം ക്ലൈമറ്റ് അല്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള പ്ലസ് പോയിൻ്റ് ഉണ്ട്. അതേപോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മക്കത്ത് പോവാം. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച് ഗുണങ്ങളുള്ള സ്ഥലം കൂടിയാണ് ജിദ്ദ. അപ്പോൾ ഞാൻ വന്ന അവസരത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ കാരണം പരിചയക്കാരില്ല. പിന്നെ ഒരു ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ജനൽ തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ബിൽഡിങ്സ് മാത്രം. ഒരു ഇല പോലും കാണാനില്ല. ആകാശത്തിന് ഒരു കഷ്ണം കാണാം, അതൊന്നും കാണാൻ കഴിയില്ല. അപ്പം ഭയങ്കര ഒരു സഫക്കേഷനായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ പോകെ നമ്മൾ അഡ്ജസ്റ്റഡ് ആവും അല്ലേ. അങ്ങനെയാണ് മനുഷ്യർ. നമുക്ക് ഇങ്ങനെ ഏത് സാഹചര്യവും മനുഷ്യന് അതിജീവിക്കും. അത് എത്ര വലുതും ചെറുതും ആയിട്ടുള്ള പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിലും. അങ്ങനെ പിന്നെ കുക്കിംഗ് ഒന്നും ഒരുപാട് അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് പരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ബേബീസൊക്കെ ആയി, പിന്നെ ബിസിയായി. പിന്നെ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ജിദ്ദയിൽ നിന്ന് പോകണ്ട എന്നുള്ള ഫീലാണ് തോന്നുന്നത്. കാരണം അത്രയും നമ്മൾ ഈ ഒരു സ്ഥലമായിട്ട് അറ്റാച്ച്ഡായി. അപ്പം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏത് സ്ഥലവും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. നമ്മൾ ഒരുപാട് നിൽക്കുന്ന സ്ഥലം അത് നമുക്ക് പ്രിയപ്പെട്ടതായി മാറും കുറച്ച് സമയങ്ങളും കാലങ്ങളും ഒക്കെ കഴിയുമ്പോൾ. അപ്പം അതുപോലെ തന്നെ എനിക്കും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ജിദ്ദ. എൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആർട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോവുക. നല്ല രസമുള്ള ഒരു വൈബ് തന്നെ, ഒരു എസ്തെറ്റിക് ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറേ ചെടികളും പിന്നെ രാത്രി ലൈറ്റ്സും പിന്നെ മൊസൈക്ക് ആർട്ട്, പെയിൻറ്റിങ്സ്, ചെടികൾ വിൽക്കുന്ന കടകൾ, പിന്നെ മാക്രമേ ഹാങ്ങേഴ്സ്, അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്സുകളൊക്കെ ഉണ്ട്. പോട്രി പെയിൻറ്റിങ്സ്, പിന്നെ അങ്ങനത്തെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണുന്നത്. ഓരോ കോർണറും നമുക്ക് ഭയങ്കരമായിട്ട് രസം തോന്നുന്ന സ്ഥലമാണ് അവിടെ. ഞാനിവിടെ വന്ന സമയത്ത് എൻ്റെ ആ ഒരു ബോറടിയും ഒറ്റപ്പെടലും ഒക്കെ മാറ്റാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വ്ളോഗായിട്ട് വരാം. അപ്പോൾ ബൈ.